guys, welcome back to We Talks. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ച് നോക്കുകയാണെങ്കിൽ ഗൈസ് ഗ്ലാസ് ബൗൾ പ്ലേറ്റ്. സോ ഈ ഒരു മൂന്ന് സാധനമായിരിക്കും നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ. ആൻഡ് അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരായിരിക്കും ഇന്നത്തെ ചാലഞ്ചിൽ അർമ്മതിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും സോളോ ടീം ഒന്നല്ല. ഓക്കെ, സോ ഓരോ റൗണ്ട് ആയിട്ട് റൗണ്ട് വൈസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് നടക്കുന്നത്. ഓരോ റൗണ്ടിൽ നിങ്ങൾക്ക് മൂന്ന് ഈ സാധനങ്ങളായിരിക്കും ഉണ്ടാവും. ഒരാൾക്ക് ബൗൾ അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ്. ഓക്കെ, സോ അതിൽ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞ ചാലഞ്ചിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ചാർലിന്റെ വക. അതെ, സ്റ്റാർട്ടിങ് അടിപൊളിയായിരുന്നു, പക്ഷെ എൻഡിങ് ഭയങ്കര ഷോക്ക് ആയിരുന്നല്ലടാ. ടഫ് ചെയ്തായിരുന്നു. സ്റ്റാർട്ടിങ് കുഴപ്പമില്ലായിരുന്നു, എൻഡിങ് കുഴപ്പമില്ല, പക്ഷെ അത് നടുക്കുള്ളതുണ്ടല്ലോ, അതാണ് പ്രശ്നം. അത് പാടി പക്ഷെ അതിന്റെ ഇത് ഈ ചാലഞ്ചിൽ തീർക്കണം. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞ എപ്പോഴും കിട്ടുന്ന തീർക്കണ്ട. ഓക്കെ, ഇന്നത്തെ ചാലഞ്ച് ആരാണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം, ആർക്കാണ് കൂടുതൽ ഭാഗ്യമുള്ളത് നോക്കാം അല്ലെ. ആകെ കുറവുള്ള ഒരുത്തരുണ്ട് ഇവിടെ, എല്ലാവരും ഏറ്റവും ഭാഗ്യം കുറവുള്ളവരാ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ഗൈസ് ഓക്കെ, നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബ് ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ച് ഫസ്റ്റത്തെ റൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റത്തെ റൗണ്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ, നമ്മളുടെ ഒരു ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ ഒരു മാംഗോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബൗൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗൈസ് നമ്മളെ ഐസ്ക്രീം ആണ്, സ്ട്രോബെറി ഫ്ലേവർ. ഓക്കെ, അതുകൊണ്ട് ഗൈസ് പ്ലേറ്റിൽ നമ്മൾ മാഗി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്ലാസ് വന്നിട്ടുണ്ട്, ബൗൾ വന്നിട്ടുണ്ട്, പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ ആയിരിക്കും ഓരോ റൗണ്ട് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റിക്കോ, അതൊന്നുമില്ല, അത് ഇന്റർ പറയാൻ വേണ്ടി വെച്ചതാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഓർഡർ തീരുമാനിക്കുന്ന പേപ്പർ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതില് 1, 2, 3 നമ്പർ ആണ് എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾ ഇതൊന്നും ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഞാൻ ഇതൊന്ന് ഷഫിൾ ചെയ്യും. ഓക്കെ, ഇതിന്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റിയേക്കും. ഇവിടെ ഉള്ളത് 1ഉം ഇത് 2ഉം ഇത് 3 ആയിരിക്കും. ഓക്കെ, ഓ ഗൈസ്, ഇതിപ്പോ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം ഞാൻ മാഗി കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കുടിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഐസ്ക്രീം കഴിക്കാൻ. ആണോ? അതന്നെ പറഞ്ഞ മാഗി തന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഐസ്ക്രീം കുടിക്കും. ഓക്കെ, അപ്പൊ ഇത് 1, ഇത് 2, ഇത് 3 അതാണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ആദ്യം ആയിരുന്നു ഓർക്കുന്നത്. ആദ്യം ആ ടെൻഷനെ കളയല്ലേ. അയ്യോ, കുടിച്ചു നോക്കിയതിനകത്ത് ഉപ്പാണല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. കലക്കിട്ടുണ്ടോ ചിലപ്പോ പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 3 പണി തരാൻ പറ്റുന്ന സാധനം ഇത് മാത്രം. അടുത്ത ആരും തുറക്കുന്ന കൊമ്പൻ തുറക്കട്ട്. മാഗി കൊമ്പന് ഒന്നും ചേർത്തിട്ടില്ല. രസപ്പെട്ടല്ലോ. ഫസ്റ്റത്തെ റൗണ്ടിൽ രക്ഷപ്പെട്ടു. മാഗി എന്താ കുഴപ്പമില്ലേ? കുഴപ്പമില്ല. പേടിച്ചു പോയോ? വിചാരിച്ചു ഞാനതിൽ ഉപ്പിട്ടിരുന്നുള്ളത്, പക്ഷെ ഉപ്പൊന്നുമില്ല. നായക്കരണം പൊടിയും കറക്കിട്ടുണ്ട്, അമ്പരാനറിയാം. ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അപ്പളെ പറഞ്ഞേക്കാം, അത് ഫ്രഷ് ആണ്. ആദ്യം പണിയില്ല. ഫസ്റ്റ് റൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ നൈസ് ആയിട്ട് പോയിട്ട് ലാസ്റ്റ് വരുമ്പോ നൈസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ കളി മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ബേസിലായിരിക്കും കളികൾ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ചാലഞ്ചിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ, നമ്മുടെ ഇവിടെ ഗ്ലാസിൽ വെച്ചിട്ടുള്ളത് എന്താണ്? കൈപ്പക്ക ജ്യൂസ്. പ്ലേറ്റിൽ നമ്മൾ അതിവിശാലമായ ഓംലെറ്റ്. സോ ഗൈസ്, അപ്പൊ നമ്മൾ ബൗളില് സ്വല്പം സ്വീറ്റ്സ്. ഗൈസ് സെറ്റ് ആണല്ലോ, 3 റെഡിയാണ് ഗൈസ്. ഓക്കെ, സോ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഇപ്രാവശ്യം ഓർഡർ ബേസ് അല്ല നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അതായത് ഈ പേപ്പറിൽ ഈ 3 സാധനങ്ങളുടെ പേരുണ്ടാവും. മനസ്സിലായോ? ഓംലെറ്റ് അല്ല, ഗ്ലാസ്, പ്ലേറ്റ്, ബൗൾ. 3, 2, 1. കൊമ്പൻ തുറക്കട്ടെ. അതിന് കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. കൊമ്പൻ തുറക്കും. പൊന്നു കൂട്ടുകാർ, ഇതിൽ ഓക്കെ ഈ റൗണ്ടിന് ഇത് കുടിക്കണം. ചാർലിക്ക് ഫസ്റ്റ് റൗണ്ടിൽ കൊള്ളില്ലാത്ത സാധനം കിട്ടിയില്ല, ലാസ്റ്റ് റൗണ്ടിൽ ചാർലിക്ക് നല്ല സാധനം കിട്ടും. ആണല്ലോ. ഓക്കെ, എന്നൊരു കാര്യം, കൊമ്പ പറഞ്ഞ പോലെ വർക്ക് ഔട്ട് നോക്കുന്നവരോട് ഒക്കെ തോന്നണം. ഞാൻ പറഞ്ഞാണോ രണ്ടാമത് എനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം? സത്യമാണോ? അയ്യോ, എടുത്ത് മൊത്തം കുടിക്കണോ ഗൈസ്? ഇത് മൊത്തം കുടിക്കണോ ചോദിക്കുന്നു. അപ്പൊ ഉത്തരം മൊത്തം കുടിക്കണം. ചോദ്യം കിട്ടി, ഉത്തരം കിട്ടി. മടക്കരുത്. എടാ, ഇതൊക്കെ ഈസി അല്ലേ? ഇതൊക്കെ എത്ര വട്ടം കുടിച്ചതാ കഴിഞ്ഞ ചാലഞ്ചിലൊക്കെ? ഞാൻ കുടിപ്പിച്ചാലോ? അങ്ങനെ ഞാൻ കുടിച്ച് കാണിച്ചതാ.
എന്താവെന്ന് പറഞ്ഞേ വലുതാവും മസിൽ ബിൽഡാവും ജിമ്മമാരൊക്കെ കുടിക്കുന്ന സാധനം ഡെയിലി നിനക്ക് ജിമ്മ ആവണമെന്നല്ലേ പറഞ്ഞേ ഞാനും ലൈറ്റ് ഒന്നും ആവശ്യമില്ല നല്ല ബോണസ് ഉണ്ടാവും ഫ്ലാഷ് ലൈറ്റ് അടിച്ചോളാം രാത്രി ലൈറ്റ് ഇടാതെ കാണാൻ പറ്റും കണ്ണടച്ച ഒറ്റ മതി ഒറ്റ അടി കുടിച്ചെടുക്കുകയാണെങ്കിൽ ഞാനൊരു ടച്ചിങ് സൈഡ് മിഠായി 3, 2, 1 ഗോ 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 ഓ അടിച്ചോ ചത്തുകൂടെ അത്ര കുടിച്ച് ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ പാവക്ക ജ്യൂസ് കുടിച്ച് കിളി പോയ ചാലിനെ കൊണ്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു ചാലഞ്ചിലെ 3ാമത്തെ റൗണ്ടാണ് ഗൈസ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അവിടെ ബൗളിൽ ഇഞ്ചിയാണ് ഗൈസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ പ്ലേറ്റിൽ നോക്കുകയാണെങ്കിൽ എഗ് ആൻഡ് അതുപോലെ ഗ്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ പെപ്സി. ഓക്കെ, ഈ ഒരു റൗണ്ടില് നമ്മുടെ ഷഫ്ലിംഗ് റൗണ്ട് ആണ്. ഓക്കെ, ബൗൾ മതിയായിരുന്നു, മറ്റേത് മതിയായിരുന്നു. ബൗള് മതിയായിരുന്നു. ബൗള് മതിയോ? ഓക്കെ, ഒരു കാര്യം ഗൈസ്. ഓക്കെ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇഞ്ചിയാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ആദ്യം വെക്കാം. എന്നിട്ട് ഞാൻ പപ്സ് കഴിക്കും, എന്നിട്ട് ഞാൻ വെള്ളം കുടിക്കും. അല്ലെങ്കിൽ വേണ്ട, പെപ്സി കുടിച്ചിട്ട് പപ്സ് കഴിക്കാം. അതാണ് ഇഞ്ചി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇഞ്ചി കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പെപ്സി കുടിക്കാം. അപ്പൊ നല്ലൊരു വൈബ് കിട്ടും. എന്നിട്ട് വിശക്കുമ്പോ പിന്നെ ഇത് കുടിച്ചിട്ട് വീണ്ടും ഇത് കുടിക്കാം. അപ്പൊ ഈ ഓർഡർ 1, 2, 3 ഇതാണ് ഗൈസ് ഓർഡർ. ഇപ്പൊ ആരും ആദ്യം തുറക്കാത്ത? നീ ഒരു വട്ടം ആദ്യം തുറന്നല്ല. എന്ത് ചാല് തുറന്നില്ല, ചാല് തുറക്കാം. പെട്ട് ചാർലി ഒന്ന് കിട്ടിക്കാല എന്നൊന്നും ചെയ്യരുത്. ഞാൻ 2 മൂലം തരാം. കൊമ്പൻ തുറക്കാൻ വേണ്ടി പോണ്. 2 മൂലം കൊടുക്കണം കേട്ടാ. ഇനി നമുക്ക് പപ്സ് കഴിക്കാൻ പോയാലോ? തരണം കേട്ടോ, അല്ലെങ്കിൽ മൂലദേവത പിണങ്ങും. 2 കൊടുക്കൂലേ? കൊടുക്കണേ, അവിടെ ഇരുന്നാ മാത്രം മതി. ഞാൻ നേർച്ച നേർന്നു. നമ്മുടെ കൊമ്പൻ ഇഞ്ചി കടിച്ച് രസിച്ചു കൊമ്പൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ മറ്റേ പാട്ടിട്ടോ കേട്ടോ, ഇഞ്ചി കടിച്ച് പഞ്ചസാര വരുവാ. ഇഞ്ചിനാണ് പഞ്ചസാര ഉണ്ടാക്കുന്നല്ലേ? ചുമ്മാ പറഞ്ഞതാ ഗൈസ്, റിവ്യൂ പറയണം കേട്ടോ ഗൈസ്. ഞാൻ ഇതുവരെ ഇഞ്ചി കഴിച്ചിട്ടില്ല. കൊമ്പൻ ഇതിനു മുന്നേ ഇഞ്ചി കഴിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് അതല്ലേ പണി. അപ്പൊ ഈ കറിയിലെ കിടക്കണ ഇഞ്ചി ഒന്നും കഴിച്ചിട്ടില്ല. കറി മാറ്റിക്കും. ഇപ്പൊ ചാൻസ് കിട്ടിയില്ലേ? അങ്ങനെ മാറ്റി വെച്ചാലുള്ള കർമ്മയാണ് ഇത്. നീ ഇഞ്ചി അവൈഡ്. അന്ന് ഇഞ്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തായാലും ഞാൻ ഇതിന്റെ വായി കയറുന്നു. അയ്യോ, ഇഞ്ചി അടിച്ച കൊമ്പന്റെ മോന്താണ് നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. തന്നെ ക്യൂട്ട്നെസ് വിടല്ലേ. ഫുള്ള് കഴിക്കാം, പത്തര. ഇതൊന്നും ഒരു കുടി, ഒരു കടി കുടി. എനിക്ക് രണ്ടും വേണ്ട. എന്നാലും നീ കഴിക്കണം. അത് ശരി, എന്നാലും നീ കഴിക്കണം. പക്ഷേ അത് ഇറക്കിയ കൊമ്പൻ സീൻ. അല്ല, കൊമ്പൻ ചാലഞ്ചിലെ മെയിൻ പ്ലെയർ ആണെന്നുള്ള ഒരു പേരുണ്ട്. അത് കളയരുത്. കൊമ്പൻ പിന്മാറി. കയ്യിന്ന് പോയി മൊത്തത്തിൽ പോയാലോ. അതെ, ചാർലി പറഞ്ഞെ. ചാർലി എന്ത് അവനാണോ? ചാർലി പറഞ്ഞ നമ്മൾ ഈ റൗണ്ട് സ്കിപ്പ് ചെയ്യും. ഐ മീൻ എന്റെ ചാർലി പറയത്തില്ല. ചാർലി പപ്സ് പയ്യെ കഴിച്ച കാര്യങ്ങൾ ഞാൻ നിനക്ക് ഒറ്റ കടി കടിച്ചാൽ മതി എന്ന് പറഞ്ഞവര്. പക്ഷെ ചാർലി കഴിയുമ്പോ ഞാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കും, നമുക്ക് ഇടിക്കാം. നടക്കൂല. ഓക്കെ, വേണ്ടേ? വേണം. പിന്നെ കഴിച്ചോ? പിന്നെ നോക്കി ആരെ വെയിറ്റ് ചെയ്യണ്? നീ അത് കഴിക്കുവാണെങ്കിൽ വയറ് വെച്ചു തരാം. ചാലഞ്ച് കൊമ്പനിന്ന് ഫുള്ള് കഴിക്കുവാണെങ്കിൽ ചാർലി എനിക്ക് വേണ്ട, എനിക്ക് ഇല്ലേലും കുഴപ്പമില്ല. അത് കഴിക്കും. പറ്റില്ല. എന്റെ പെണ്ണിന് അടി പിന്നെ ലാസ്റ്റത്തെ നല്ല നല്ല കടി അടിച്ചു. കൊമ്പ ഒരു കടി കൂടി അടിച്ചാൽ നമ്മൾ സമ്മതിച്ചു. ഓ പൊളി. അത് ഇറക്കിയ കൊമ്പൻ. വേറെ കടി വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ചവച്ചിട്ട് ഇറക്കണേ, മുഴുങ്ങരുത്. ഇഞ്ചി അടിച്ച കൊമ്പന്റെ മോനെ കാണാൻ ക്യൂട്ടാണോ അല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിന്റെ ലാസ്റ്റത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഗൈസ് ഓക്കെ നമ്മുടെ നമ്മുടെ ബൗളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പ വറുത്ത ഗൈസ് ഓക്കെ. ആൻഡ് ഗൈസ് ഒക്കെ നമ്മുടെ ഗ്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഉപ്പുള്ള യൂസ് ചെയ്ത് എന്നാ തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതാ നല്ലത്?
അപ്പൊ അപ്പൊ നേരെ അവന് കൊടുത്തേക്കാം. അത് കൊടുത്തേക്ക്. അവന്റെ ട്രിക്കാണത്. അത് ചൂണ്ടി കാണിച്ചാൽ അത് കിട്ടൂല, മനസ്സിലായോ? ഇതൊക്കെ കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ ഓർമ്മണ്ടല്ലോ ചാടിക്കറി എടുത്തു തുടങ്ങട്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, കൊമ്പൻ തുറക്കട്ടെ. അൽഫാമ് കിട്ടൂടാ. കൊമ്പൻ തുറക്കട്ടെ. വേണ്ട തുറന്ന് ഞാൻ പാതി തുറന്നു. തുറക്ക് ഇത് കയ്യിൽ വിടട്ടെ. തുറക്ക് പെട്ടെന്ന് തുറക്ക്. ഞാൻ കൊടുത്ത സോ അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ കയ്യിന്ന് പോയല്ലോ ചാർലിയെ. നമ്മള് എന്താ പറഞ്ഞായിരുന്നല്ലോ. ഇനി നീ ഓർമ്മ തുറക്കണം അങ്ങോട്ട് പെട്ടെന്ന് സ്ലോ മോഷൻ കളിക്കാതെ. അയ്യോ ഇഞ്ചി എന്തോരം തിന്നണായിരുന്നു പോലെ. ഇഞ്ചി എന്തോരം തിന്നണായിരുന്നു. അപ്പൊ നേരെ ബൗള് നമ്മുടെ ചാറിലേക്ക്. സോ ഞാൻ ആദ്യം പറഞ്ഞ അവനെ ആ ഗ്ലാസ്സിൽ ചൂണ്ടി കാണിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ കൊടുത്തതാണ്. ഇതുണ്ടല്ലോ, ഇതെന്താ ചെയ്യണ? ഇതെന്താ ചെയ്യണെന്ന് അറിയോ? രണ്ടുപേരും കൊതിപ്പിച്ച് കഴിക്കണം, മനസ്സിലായില്ലേ? തലേനെടുക്കുന്ന തലക്ക് വേണിക്കാം, തല ബൂസിന്റെ കൂടെ ചിക്കൻ ഇങ്ങനെ എടുത്ത് മയത്തിൽ മുക്കി. ഓ എന്റെ അത് കടിക്കണേ, വെരലോട് കടിക്ക് മാറ്റിയോ. നീ ഇങ്ങനെ ചാടി അതേപോട്ടെ കുടി. നല്ല ടേസ്റ്റ് ആണോടാ. തൊടാൻ പറ്റുന്നില്ല. അത് കുടിച്ചാ മതി. ഇതിപ്പോ ആർക്കൊക്കെ പണി, എല്ലാവർക്കും ഓരോ പണി കിട്ടില്ലേ? കൈപ്പൊക്കെ കിട്ടി, ഇഞ്ചി കിട്ടി. അത് ഈക്വൽ ആയിരുന്നു കാഴ്ച. ഇന്നത്തെ ചാലഞ്ച് ഈക്വൽ ആയിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും പണി കിട്ടിയിരുന്നു കാഴ്ച. ഓക്കെ, റൗണ്ടിൽ പിന്നെ പണി ഉണ്ടായില്ല, അവിടെ പിന്നെ സീനില്ല. കിണറിൽ പമ്പിട്ട പോലെ അടിച്ച് കുടിയാണ്. ഒമ്പാ ഞാൻ കാലും പീസ് ഇട്ട് കഴിക്കട്ടെ. മൈനസ് പൊക്കില്ല. അവിടെ ഇരുന്ന് നോക്കാതെ ഇവിടെ കൂടെ നോക്കുന്നില്ല. കാണിച്ച് വാങ്ങിച്ചെടുക്കുക. ആ കാല് മൊത്തത്തിൽ നമുക്ക് വായിൽ വെക്ക്. അതിന് കോഴി പക്ഷിയല്ലാതെ കൊമ്പൻ അതും പറയും ചിലപ്പോ. കൊമ്പൻ താഴെ, കോഴി താഴെ കൂടെ പോകണം, പക്ഷി എന്ന് പറഞ്ഞ മോളിൽ കൂടെ പോകണ കൊമ്പൻ അങ്ങനെ പറയും. അത് പറയാ അല്ലടാ കൊമ്പ വിഷയല്ല. ചാവട്ടെ നിൽക്കും. ഇതാണെങ്കിലേ അൽഫാമാ പൊള്ളിച്ചിട്ട് അതിന്റെ ഈ മറ്റേ ബാക്ടീരിയ കാര്യങ്ങളെല്ലാം ചത്തു പോയിട്ടുണ്ട്. പൊള്ളിച്ചപ്പോ പനി പോയി കോഴിയുടെ മുട്ട ബാക്ടീരിയ എല്ലാം ചത്തു പോയിട്ടുണ്ട്. ബുദ്ധിയില്ലാതെ മനസ്സിലായി. വീണ്ടും വീണ്ടും തെളിച്ചോണ്ടിരിക്കല്ലേ. ആൾക്കാരെന്ത് വിചാരിക്കും? നീ കഴിച്ചോ? അല്ല നീ കഴിച്ചു. ഡിഗ്രി കുടിക്കാതെ ഇരിക്കുന്നു. മോൻ കുടിച്ചിട്ട് പോയാൽ അതുകൊണ്ടാ അതിലും മുക്കണ്ട. ഇത് നാക്കി വെക്കാൻ നാക്കി വെച്ചില്ലെങ്കിൽ നാക്കിൽ തട്ടിക്കാണ്ട് വായിലോട്ട് വെച്ചു. കറക്റ്റ് ഇങ്ങനെ ഓട്ടയിലോട്ട് വെച്ചാൽ അമ്മ അവിടെ അങ്ങനെ നോക്കിയിരുന്നാ മതി. ലാസ്റ്റ് ഇപ്പൊ എടുക്കോളൂ, ഞാൻ ഇനി അടിക്കൂല. ഒരു സിപ്പ് അടിക്ക്. ഇല്ലില്ല, ഒന്നുമില്ല. ഒന്നും അറിയട്ടെ. ഇറങ്ങിപ്പോട്ടെ. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പ്രശ്നം. ഇറങ്ങിപ്പോട്ടെ. അടിക്കാതിരിക്കാൻ എന്റെ അൽഫാമിലേക്ക് അങ്ങനെ വല്ല വന്ന ഒരാളെ ഛർദിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. കറക്റ്റ് തുപ്പടാണ്. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ ഇത്ര നേരം നല്ലത് കിട്ടും വിചാരിച്ചത് അവസാനം ഒരു 8 പണിയാണ് നമ്മുടെ ക്രീക്ക് കിട്ടിയത്. അയ്യോ കിളിവായിട്ട് ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് കൂടി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.